ഈസി ആയിട്ടൊരു കലത്തപ്പം ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പച്ചരി ഞാനിവിടെ 6 മണിക്കൂർ കുതിർത്താൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ് അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് അരച്ചെടുക്കാം. തീരെ വെള്ളം ചേർക്കാതെ കുറച്ച് കട്ടിയിൽ ഇതുപോലെ ആട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ അരച്ചെടുത്ത മിക്സിയിലേക്ക് തന്നെ ഒരു ഗ്ലാസ്സിന് ഒരു പൊടി എന്നുള്ള രീതിയിൽ, കൈപ്പിടി എന്നുള്ള രീതിയിൽ വറ്റെടുക്കുന്നുണ്ട് കേട്ടോ. സാധാ ചോറെടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 ഗ്ലാസ് അരിക്ക് 2 പിടി വറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും അരച്ചിട്ട് നമ്മൾ അരി അരച്ചെടുത്തിട്ടുണ്ടല്ലോ അതിലേക്ക് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മധുരത്തിന് വേണ്ടിയിട്ടുള്ള ശർക്കര ഞാനിവിടെ 4 കട്ടയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഉരുക്കാൻ വെക്കുന്നുണ്ട്. ശർക്കര പാനി ചൂടോടെ തന്നെ ആ ഒരു മിക്സിലേക്ക്, നമ്മുടെ അരി അരച്ച മിക്സിലേക്ക് ചേർക്കുക കേട്ടോ. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഞാൻ ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ തേങ്ങാക്കൊത്തും കൂടി നന്നായി വറുത്തെടുത്തിട്ട് അതുകൂടെ ആ എണ്ണയോട് കൂടി തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിത് ചുട്ടെടുക്കുന്നത് ഇതുപോലെ നമ്മുടെ വെള്ളപ്പച്ചട്ടിയിലാണ്. ഇതുപോലെ 2 കയ്യിൽ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 2 തവി മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ല എന്ത് നല്ലതില്ല ആരെടുത്തിട്ടുണ്ടെന്ന്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.